രാജ്യതലസ്ഥാനത്തെ വായു ഗുണനിലവാരം മോശം അവസ്ഥയിലായതോടെ ജനങ്ങൾ വലയുകയാണ്. ശൈത്യം കൂടി ശക്തി പ്രാപിച്ചതോടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ വായു മലിനീകരണത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് വ്യക്തമാക്കുകയാണ് ഡൽഹിയിലെ പ്രശസ്ത ഹോമിയോപ്പതി ഡോക്ടർ സുനിത വേണുഗോപാൽ. പതിവിലും ശക്തമായ ശൈത്യകാലം, വായു മലിനീകരണ തോത് ഏറ്റവും മോശം അവസ്ഥയിൽ. ഇന്നത്തെ സാഹചര്യത്തിലേക്ക് ഡൽഹിയെ എത്തിച്ചതിന് കാരണങ്ങൾ പലതെന്ന് ഡോക്ടർ സുനിത വേണുഗോപാൽ. പൊല്യൂട്ടൻസ് എല്ലാം ലോവർ അറ്റ്മോസ്ഫിയറിക് ലെവലിൽ തന്നെ സെറ്റിൽ ഡൗൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും നോർമൽ കുട്ടികളുടെ തൊട്ട് ഏറ്റവും മാക്സിമം ഹൈറ്റ് 6 feet ആണ്. ഒരാളുടെ ഹൈറ്റ് ഏറ്റവും മാക്സിമം പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ ബ്രീത്തിങ് ലെവലിൽ തന്നെയാണ് ഈ എല്ലാ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും സെറ്റിൽ ഡൗൺ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻഡ് മൂവ്മെൻറ്റ്സ് ഇല്ല. ഇപ്പോൾ ഈക്വലാണെങ്കിൽ റെയിനും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രീത്തിങ്ങിൽ കൂടെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വായു മലിനീകരണം മൂലം ഏറ്റവും അധികം പ്രശ്നം അനുഭവിക്കുന്നത് കുട്ടികളും മുതിർന്നവരും നിലവിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരുമാണ്. ഗർഭിണികൾ മോശം വായു ശ്വസിക്കുക വഴി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യം പോലും അപകടത്തിൽ ആകുന്നു. എയർ പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യണത് കുട്ടികളെയാണ്. അതുമാത്രമല്ല, അവർക്ക് ബ്രീത്തിങ് റേറ്റ് കൂടുതലാണ്. നമ്മൾ അഡൾട്ടായിട്ടുള്ള ഒരാളെ ശ്വസിക്കണേക്കാട്ടും കൂടുതലായിട്ടാണ് ബ്രീത്തിങ് റേറ്റ് അവരെ കൂടുതലാണ്. അപ്പോൾ അവർ കൂടുതൽ ഇൻഹേൽ ചെയ്യും എയർ പൊല്യൂട്ടൻസ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എയർ പൊല്യൂഷൻ ആരെയാണ് ബാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസിനെ, ഓൾഡ് ഏജ് ആൾക്കാരെ, നേരത്തെ തൊട്ട് ലങ് ഡിസീസ് എന്തെങ്കിലും അഫക്റ്റഡ് ആയിട്ടുള്ള, എസ്പെഷ്യലി കോവിഡ് ടൈമിൽ ഒരുപാട് ആൾക്കാർക്ക് ലങ് ഡാമേജ് വന്നു. അവർക്ക് പിന്നെയും എയർ പൊല്യൂഷൻ കൊണ്ട് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ അവരുടെ ലങ്സിനെ പിന്നെയും അത് ബാധിക്കും. മുൻകരുതലുകളിലൂടെ പ്രതിസന്ധി താൽക്കാലികമായി മറികടക്കാമെന്ന് ഡോക്ടർ സുനിത പറയുന്നു. മാസ്ക് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ജനങ്ങൾക്ക് സ്വീകരിക്കാം. മാസ്ക് എന്തായാലും യൂസ് ചെയ്യുക, സ്റ്റീം എടുക്കുക, പിന്നെ ഫ്രൂട്ട്സും നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറെ പോയി കാണാം. ഞാൻ ആസ് എ ഹോമിയോപ്പത്തിക് ഡോക്ടർ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ മെഡിസിൻസ് ഉണ്ട്, അത് കഴിക്കുക. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ ഒഴിവാക്കണം. ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണെന്നും ഡോക്ടർ സുനിത വേണുഗോപാൽ വ്യക്തമാക്കി. ജനം, ഡൽഹി.